ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോൾ സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയതോടുകൂടി ട്രാൻസ്ഫർ മാർക്കറ്റുകളും ഇപ്പോൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പല റൂമറുകളിലെയും വ്യക്തത ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബിപിൻ സിംഗിൻ്റേത് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബിപിൻ സിംഗ് വരുന്നു എന്ന റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. നമ്മളത് വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ സത്യമില്ല എന്നറിയിച്ചുകൊണ്ട് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നിലവിൽ വരുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇനി എഡ്മണ്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് എഡ്മണ്ടിന്റെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലോസ് ഉണ്ടോ എന്ന് മാർക്കസിനോട് ചോദിക്കപ്പെട്ടിരുന്നു. ഇന്റർ കാശി ഐ ലീഗിൽ തുടരുമോ അതല്ലെങ്കിൽ ISL-ൽ എത്തുമോ എന്നതിനെ ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ ഭാവിയും അതിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഡ്രാസിച്ച് FC ഗോവയിൽ തന്നെ തുടരും എന്ന വിവരവും മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു വർഷം കൂടി ഡ്രാസിച്ച് FC ഗോവക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. റോഷൻ സിംഗ് മോഹൻ ബഗാനിലേക്ക് എത്തുന്നു എന്ന റൂമർ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ അതിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി റോബ്സൺ റോബിഞ്ഞോയെ മോഹൻ ബഗാൻ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല, അത് ഒഫീഷ്യൽ ആയിട്ടില്ല. പക്ഷെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് സൂപ്പർ കപ്പ് ഫൈനലിന് ശേഷം മാത്രമാണ് ഗോവ തങ്ങളുടെ ട്രാൻസ്ഫർ പ്ലാനുകളെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്ന കാര്യം കൂടി ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റുകളാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് നൽകിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.